ഹലോ എവരി വൺ. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ? എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പോൾ +2 കഴിഞ്ഞിട്ട് എഴുതുന്ന JEE, നീറ്റ്, കീം, IISER, NITians ഇങ്ങനെയുള്ള ഒരുപാട് എക്സാമുകളുണ്ട്. പക്ഷേ ഒരു +2 കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണ് ആ എക്സാമുകളെല്ലാം അറ്റൻഡ് ചെയ്യാറുള്ളത്. പക്ഷേ ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ പഠിക്കുന്ന, അതായത് 8th, 9th, 10th ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്യാൻ തന്നെ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാവും അല്ലേ? പക്ഷെ പറ്റുമെന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ കൺഫ്യൂഷൻസ് എല്ലാം എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു. ഓക്കെ, വളരെ റാൻഡം ആയിട്ട് ഒരുപാട് എക്സാമുകൾ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം, ഒരുപാട് എൻട്രൻസ് ടെസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ ഞാൻ മാത്സിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് പറയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കീം എന്ന് പറയുന്ന കേരളത്തിലുള്ള സ്റ്റുഡൻസിന് വേണ്ടി, എഞ്ചിനീയറിംഗിന് വേണ്ടി നടത്തുന്ന എക്സാമാണ് കീം അല്ലേ? അപ്പോൾ കീമിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, മുന്നേയുള്ള വർഷങ്ങളിലൊക്കെ അത് മെഡിക്കലിനും കീംസ് എക്സാം ഉണ്ടായിരുന്നു. പിന്നെ നീറ്റ് ആക്കിയതിന് ശേഷം എല്ലാം നീറ്റിലോട്ട് മാറി. പക്ഷേ എഞ്ചിനീയറിംഗിന് എന്ത് നടക്കുന്നുണ്ട്, കീം നടക്കുന്നുണ്ട്. അപ്പോൾ അത് 2020 വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, 2020, 22, 23 ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും, അല്ലെങ്കിൽ അതിന് മുന്നേയുള്ളൊക്കെ എടുക്കാം. ജസ്റ്റ് റാൻഡം ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്താണ്. ഈ JEE ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എന്താണ് ഇതുപോലെ പോസിബിൾ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ f is given by f of x equal to root of x minus 1 is ഓപ്ഷൻ A, B, C, D ഒക്കെ ഉണ്ട്. സോ സാധാരണ ഒരു സ്റ്റുഡൻറ്റ്, ഒരു നോർമലായിട്ട് ഹൈസ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് ഒരിക്കലും എന്താണ് ഡൊമൈൻ എന്നോ അല്ലെങ്കിൽ എന്താണ് ഫംഗ്ഷൻ എന്നോ ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? പക്ഷേ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന മാത്സിലൊരു കാര്യമാണ്. അത് ഹയർ സെക്കൻഡറിയിൽ എത്തണം, +1, +2 എത്തണം, അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹൈസ്കൂളിൽ തന്നെ പഠിക്കാം. അതിൻ്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു JEE അഡ്വാൻസ്ഡൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് +1, +2 ഡീൽ ചെയ്യാം. പക്ഷേ ഒരു ബേസിക് ലെവലിലുള്ള, അങ്ങോട്ട് അത് പഠിക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ള ഒരു ഫൗണ്ടേഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ റെഡിയാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മുടെ ക്ലാസ്സിലുള്ള, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ബാച്ചിലുള്ള സ്റ്റുഡൻസ് എല്ലാവർക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 10th സ്റ്റാൻഡേർഡിൽ നമ്മുടെ 7th ചാപ്റ്റർ, മാത്സിലെ 7th ചാപ്റ്റർ എന്താണ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. മാത്സിൽ എന്താണ് റിലേഷൻ, എന്താണ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റിന് എങ്ങനെയാണോ പഠിക്കാൻ പറ്റുക ആ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിൽ ഇതുപോലെ ഡൊമൈൻ കാണുന്ന ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലും നമ്മുടെ ക്ലാസ്സുകളിലും വർക്ക് ബുക്കിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കീം 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫംഗ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചാപ്റ്റർ പഠിക്കുന്നത് ആരാണ്, 10th സ്റ്റുഡൻസ്, ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ്. ആ സ്റ്റുഡൻറ്റ് ഇത് പഠിച്ചിട്ടുണ്ട്, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് അവിടെ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും +2 കഴിഞ്ഞിട്ട് എഴുതുന്ന ഒരു സ്റ്റുഡൻറ്റ് എഴുതുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹൈസ്കൂൾ സ്റ്റുഡൻറ്റിന് ആൻസർ ചെയ്യാൻ പറ്റും. ഇതൊരു എക്സാമ്പിൾ മാത്രമല്ല, ഇപ്പോൾ വേറെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ലെറ്റ് A and B ഫൈനൈറ്റ് സെറ്റ് സച്ച് ദാറ്റ് n of A minus B is equal to 18, n of A intersection B, ഇത് ഇന്റർസെക്ഷൻ എന്നൊക്കെയാണ് വായിക്കുക കേട്ടോ. ഇന്റർസെക്ഷൻ B 25, n of A union B, ഇത് യൂണിയൻ എന്നാണ് വായിക്കുക 70. അങ്ങനെ കുറേ സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറേ സെറ്റുകൾ, അതുപോലെ തന്നെ അതായത് A is equal to ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇതും എന്ത് ചെയ്യുന്നില്ല, ഹൈസ്കൂളിലുള്ള സ്റ്റുഡൻറ്റ് എവിടെയും പഠിക്കുന്നില്ല. കേരള സിലബസ് ഒക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ CBSE ഒക്കെ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, സ്കൂളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പഠിക്കുന്നില്ല. ഇതും കീം 2020 വന്നിട്ടുള്ള 3 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്, പക്ഷെ ഒരേ ടോപ്പിക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ടോപ്പിക്കാണ് നമ്മൾ സെറ്റ് തിയറി എന്ന് പറയുന്നത്. സെറ്റ് തിയറി നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിൽ 9th സ്റ്റാൻഡേർഡിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു സെറ്റ് തിയറി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. 10th ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ സെറ്റ് തിയറി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സെറ്റ് തിയറിയിലും സെറ്റ് തിയറിയിലൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്താണ് സെറ്റ്, സെറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം, അതിലെ കംപ്ലീറ്റ് ഫണ്ടമെന്റൽസ് എന്ത് ചെയ്യാണ് നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കും. അതിൻ്റെ കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് ഇനി +1, +2 പഠിക്കാനുണ്ടാവും. അപ്പോൾ അവിടെ ചെല്ലുമ്പം ഇവിടെ ഓൾറെഡി കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് സ്മൂത്ത് ആയിട്ട് അവിടെ പോയിട്ട് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുള്ള ഇപ്പോൾ ഈ ഇക്വേഷൻ ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് സ്ക്രീൻഷോട്ട് ആണ് കേട്ടോ, നമ്മുടെ XandY Learningന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്. ഇതിലുള്ള ഈ ഒരു ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇക്വേഷൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്തിനാ മതി, ഫസ്റ്റ് ചെയ്യാനും സെക്കൻഡ് ചെയ്യാനൊക്കെ ആ ഒരൊറ്റ ഇക്വേഷൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓൾറെഡി നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത ബാച്ചിലുള്ള സ്റ്റുഡൻസ് സെറ്റ് തിയറി കണ്ടു കഴിഞ്ഞതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഫൗണ്ടേഷൻ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഈ ഒരു ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ ആൻസേഴ്സ് എന്ത് ചെയ്യണം, ഈ വീഡിയോയുടെ ചാറ്റ് ബോക്സിൽ ഇടണം. കാരണം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്, ലൈവ് ക്ലാസ്സുകളിലും ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇതിന് താഴെ ആൻസർ ഇടുക എന്നുള്ളതാണ്. ഓക്കെ, ഇതും കീം 2020 വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുവരെ നമ്മൾ കാണാത്ത കുറേ സംഭവങ്ങൾ. Z1 is equal to 2 + 3i, Z2 is equal to 3 + 2i, then mod Z1 + Z2 is equal to.
ഇത് നമ്മൾ എവിടെയും കാണില്ല. എന്താണ് Z അറിയില്ല, എന്താണ് I നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്താണ്, നമ്മൾ റിയൽ നമ്പർ അല്ലാതെ വേറെ നമ്പർ സിസ്റ്റം കൂടി നമുക്കുണ്ട്, ഇത് കോംപ്ലക്സ് നമ്പറുകളാണ് എന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹൈസ്കൂൾ സ്റ്റുഡൻസ് എവിടെയും പഠിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഫൗണ്ടേഷൻ ബാച്ചിൽ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ പഠിക്കും, അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ ഹയർ സെക്കൻഡറിയിലും പഠിക്കും. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന 6th ചാപ്റ്റർ, 10th 6th ചാപ്റ്ററിൽ നമ്മൾ എന്താണ് മോഡുലസ് അല്ലെങ്കിൽ എന്താണ് കോൺജുഗേറ്റ് ഒക്കെ എന്നുള്ള കോൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അവിടെ പഠിച്ചുള്ള മോഡുലസ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് ഡയറക്റ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണിത്. സ്കീമിൽ വന്ന ക്വസ്റ്റ്യൻ ആണിത്. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഈ ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ആ കോൺസെപ്റ്റ് അറിയുന്ന ആൾക്ക് എന്ത് ചെയ്യാം, ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതും നമ്മളിതുപോലെ ഹൈസ്കൂൾ സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹൈസ്കൂളിലൊക്കെ നിങ്ങൾ അരിത്തമെറ്റിക് സീക്വൻസ് ഒക്കെ എന്ന് പറഞ്ഞ് പഠിക്കുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിൽ വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരുപാട് അഡ്വാൻസ്ഡ് വേർഷൻസ് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്തെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ പഠിപ്പിക്കും. ഓട്ടോമാറ്റിക്കലി ഫൗണ്ടേഷനിൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. കൂടാതെ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്ത കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 9th ചാപ്റ്റർ കഴിഞ്ഞ ശേഷം നേരെ 10th ചാപ്റ്റർ നമ്മുടെ സിലബസിൽ, ഫൗണ്ടേഷൻ്റെ സിലബസിൽ 10th ചാപ്റ്റർ സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ള ചാപ്റ്റർ കൊടുത്തു. അപ്പോൾ എന്താ ഇവർ തമ്മിലുള്ള ഡിഫറൻസ്? നിങ്ങളിപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനെ പഠിക്കുന്നുള്ളൂ, വേറെയും പ്രോഗ്രഷൻസ് ഉണ്ട്, ജോമെട്രിക് പ്രോഗ്രഷൻ ഉണ്ട്, ഹാർമോണിക് പ്രോഗ്രഷൻസ് ഉണ്ട്. അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ അരിത്തമെറ്റിക് മീൻ ഉണ്ട്, ജോമെട്രിക് മീൻ ഉണ്ട്, ഹാർമോണിക് മീൻ ഉണ്ട്, ഇങ്ങനെ കുറേയൊക്കെ സംഭവങ്ങളുണ്ട്. സിമ്പിളാണ്, എല്ലാം സിമ്പിളാണ്. നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് പോകുമ്പോൾ കണക്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാൻ പറ്റും. പക്ഷേ അത്ര ഈസി ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഇമ്പാക്ട് വളരെ വലുതാണ്. നമ്മൾ ഇനി ഹയർ സെക്കൻഡറിയിൽ പോകുന്നതിന് മുന്നേ, അവിടെയുള്ള സീക്വൻസ് ആൻഡ് സീരീസ് പഠിക്കുന്നതിന് മുന്നേ ഇത് എല്ലാ ഫൗണ്ടേഷനും ക്ലിയർ ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹയർ സെക്കൻഡറിയിൽ പോകുന്നത്. അപ്പോൾ അവിടെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് കൂടുതൽ സമയം കിട്ടും. ഒരു സ്റ്റുഡൻറ്റ് ആദ്യമായിട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് +1 +2 കാണുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഓൾറെഡി ഹൈസ്കൂളിൽ വളരെ ലൈറ്റ് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ട്, വളരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ പഠിച്ചുകൊണ്ട് നമ്മൾ ഹയർ സെക്കൻഡറിയിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോ ടോപ്പിക് എടുത്ത് നോക്കുകയാണെങ്കിൽ, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ടോപ്പിക്, ഇതൊക്കെ ഹൈസ്കൂളിൽ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. കീം 2020 വന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്, ഡിറ്റർമിനൻസും മെട്രിക്സും. ഇതുപോലെ മാത്സിൽ വേറൊരു സംഭവമാണിത്. ഇതും നമ്മൾ ഇതിൽ ചാപ്റ്റർ ആയിട്ടുണ്ട്. 9th മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, നമ്മുടെ 10th മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതിൽ ഇതിന്റെ എല്ലാ ബേസിക് കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അത് പഠിച്ച ഒരു സ്റ്റുഡന്റിന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ഹൈസ്കൂൾ സ്റ്റുഡൻസിന് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ നമ്മൾ ഏത് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിലും, അത് ട്രിഗോമെട്രിയുടെ ക്വസ്റ്റ്യൻസ് ഈ ലെവലിൽ നിന്ന് ഒരിക്കലും ഹൈസ്കൂൾ ഒരു സ്റ്റുഡന്റും ചെയ്തിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. സ്കൂളിൽ ഒരിക്കലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലോ, അത് NCERT ആയിക്കോട്ടെ SCERT ആയിക്കോട്ടെ, ഒരിക്കലും ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ 3 ചാപ്റ്ററുകളാണ് നമ്മുടെ ഫൗണ്ടേഷനിൽ പഠിപ്പിക്കുന്നത്. 9th മുതലേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിപ്പിച്ചുകൊണ്ട് ട്രിഗോമെട്രി സ്റ്റാർട്ട് ചെയ്യാണ്. 10th സാധാരണ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. നമ്മൾ 9th എന്ത് ചെയ്യും, ട്രിഗോമെട്രിയുടെ ബേസിക്സ് പഠിച്ച് റെഡിയാക്കി വരും. 10th എത്തുമ്പോഴേക്കിന് നമുക്ക് ട്രിഗോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, അതിന്റെ അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അതിന്റെ നെക്സ്റ്റ് ലെവല് നിങ്ങൾക്ക് ഏത് എൻട്രൻസ് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റുന്ന ഫൗണ്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ട്രിഗോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. ട്രിഗോമെട്രി എന്ന് പറയുമ്പോൾ വെറും സൈനും കോസും ടാനും മാത്രമാണെന്നുള്ളത് അത് ബൈഹാർട്ട് ചെയ്തിട്ട്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർട്യൂസ്, അഡ്ജസന്റ് ബൈ ഹൈപ്പർട്യൂസ്, ഇന്നിങ്ങനെ കുറേ ബൈഹാർട്ട് ചെയ്യാറുണ്ട് സ്റ്റുഡൻസ്. പക്ഷെ അതിലൊക്കെ അപ്പുറത്തേക്ക് എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലി സംഭവിക്കുന്നത്, ഇതിന്റെ ഒരു റിയൽ സംഭവം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് 3 ചാപ്റ്ററുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ടോപ്പിക്കിൽ മാസ്റ്റേഴ്സ് ആവുകയാണ്. അതിൽ വന്നിട്ടുള്ള, അല്ലെങ്കിൽ അതിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് +2 കഴിഞ്ഞിട്ടുള്ള എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഇത് പഠിച്ചവർക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഷുവറാ. പിന്നെ +1 +2 കൂടി പഠിക്കുകയാണെങ്കിൽ ഫുൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്റഗ്രേഷന്റെ ക്വസ്റ്റ്യൻസ്, ഇന്റഗ്രേഷൻ വളരെ ചെറിയ ടോപ്പിക് അല്ല, ഒരുപാട് വെറൈറ്റീസ് വരുന്ന ടോപ്പിക്കാണ്. ആ ഇന്റഗ്രേഷന്റെ ബേസിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ലിമിറ്റ് തുടങ്ങിയിട്ടുള്ള മൊത്തത്തിൽ കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. നമ്മളിപ്പോൾ ട്രിഗോമെട്രിയിലൊക്കെ അല്ലെങ്കിൽ ജോമെട്രി, ആൾജിബ്ര എന്നൊക്കെ പറയുന്ന പോലെ കാൽക്കുലസ് എന്ന് പറയുന്ന വലിയൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിലോട്ടുള്ള ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫൗണ്ടേഷനിലെ 10th സ്റ്റാൻഡേർഡിലെ 24th ചാപ്റ്റർ ആയിക്കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ എന്താണ് ഇന്റഗ്രേഷൻ, എന്താണ് ഡിഫറൻസിയേഷൻ, എന്താണ് ലിമിറ്റ് എന്നുള്ളതിന്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ. നിങ്ങൾ ഇനി +1 +2 ഇതിൻ്റെയൊക്കെ വലിയ സംഭവങ്ങൾ കാണാൻ പോവാണ്. അതിന് മുന്നേ തന്നെ ഹൈസ്കൂളിൽ വെച്ചുകൊണ്ട് നമ്മൾ പരിചയപ്പെടും ഇതെല്ലാം എന്താണെന്നുള്ളത്. ആ ചാപ്റ്ററിലൂടെ പോയിട്ടുള്ള സ്റ്റുഡൻറ്റിന് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്റഗ്രൽ -10 to 10 0.002 x cube minus 0.3x plus 20 dx is equal to, നമ്മുടെ ഇന്റഗ്രേഷൻ പാർട്ട് കണ്ടൊരു സ്റ്റുഡൻറ്റിന്, ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻറ്റിന് ഇത് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം ഇതുപോലെ വീണ്ടും ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജോമെട്രി, ലൈൻസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.
ഹൈസ്കൂൾ സ്റ്റുഡൻസിന് 8th-ലും 9th-ലും 10th-ലും പഠിക്കുന്ന ഹൈസ്കൂൾ സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റി? കാരണം നമ്മുടെ സ്കൂൾ സിലബസിന്റെ കൂടെ ഇപ്പൊ ഇത് നമ്മുടെ 8th സ്റ്റാൻഡേർഡിന്റെ സിലബസ് ആണ്, ഫൗണ്ടേഷന്റെ 8th സ്റ്റാൻഡേർഡ് സിലബസ്. അപ്പൊ ഇതില് പിന്നെ മാത്സ് പാർട്ട് മാത്രം എടുക്കുക, ബാക്കി സയൻസും ഒക്കെ ബാക്കി ടീച്ചേഴ്സ് പറയും. ഇപ്പൊ ഇതിലെ മാത്സിന്റെ പോർഷൻ മാത്രം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ സ്കൂളിൽ പഠിക്കേണ്ട കണ്ടന്റ് എല്ലാം ഇതിൽ കവേർഡ് ആണ്. കൂടെ ഇത്തരത്തിലുള്ള എക്സാമുകൾക്കുള്ള ഫൗണ്ടേഷൻ കണ്ടന്റും കൂടി ഇതിനകത്തുണ്ട്. ഇപ്പൊ റാഷണൽ നമ്പേഴ്സ്, ലീനിയർ ഇക്വേഷൻസ് അതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ബേസിക് ജോമെട്രി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് ഇനി വരാൻ കുറേ ജോമെട്രി ചാപ്റ്ററുകൾ ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസും അങ്ങനെ കുറേ ചാപ്റ്റർ വരുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ തരാനാണ് ബേസിക് ജോമെട്രി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഈ 2 ചാപ്റ്ററുകൾ നമ്മൾ കൊടുത്തെന്താ വെച്ചാൽ എല്ലാ എക്സാമുകൾക്കും കോമ്പറ്റീവ് എക്സാമുകൾക്കും ഉണ്ടാവും കുറച്ച് ആളുകൾ ഒരു വർക്ക് ഇത്ര ദിവസം കൊണ്ട് ചെയ്തു, അപ്പോൾ ഇത്ര ആളുകൾ വന്നാൽ എത്ര ദിവസം കൊണ്ട് വർക്ക് തീരും അല്ലെ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ട്രാവൽ, ടൈമും ഡിസ്റ്റൻസും വെച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങളിത് ഫുൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ സിലബസ് കവർ ആയതിന്റെ കൂടെ തന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളത്. ഈ 9th-ലോട്ട് നോക്കുകയാണെങ്കിൽ 9th കണ്ടോ, ഇൻട്രൊഡക്ഷൻ ടു സെറ്റ് തിയറി നമ്മുടെ സിലബസിലുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ടുള്ളതാണ്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് 9th മുതലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണ് റിലേഷൻ, എന്താണ് ഫംഗ്ഷൻ എന്ന് പഠിച്ചുകൊണ്ട് +1-ലും +2 പഠിക്കുന്ന ടോപ്പിക്കിന്റെ ബേസിക്സ് നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? 9th സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങനെ താഴോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബേസിക് ജോമെട്രി ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗോമെട്രി 10th-ലല്ല നമ്മൾ പഠിക്കുന്നത്, 9th-ലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ താഴോട്ട് മെട്രിസസ് ഇത് അവിടെ കിടക്കുന്നുണ്ട്. ലോഗരിതം ഒക്കെ നിങ്ങൾ +1 +2 പഠിക്കാൻ പോകുന്ന സംഭവമാണ്. പക്ഷേ എന്താണ് ലോഗരിതം? കാൽക്കുലേറ്ററിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് നമ്മൾ എവിടെ ചെയ്യും? 9th മുതൽ അതിന്റെ ബേസിക്സ് പഠിച്ചു തുടങ്ങും. 10th-ലോട്ട് എത്തുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മുടെ ഇത് 8th 9th 10th ഒക്കെ വരുമ്പോൾ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് കൂടുന്നുണ്ടെങ്കിലും ഓൾറെഡി കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചു തന്നെയായിരിക്കും. അപ്പോൾ വളരെ കുറച്ചേ ബാക്കി പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവുള്ളൂ. സെറ്റ് തിയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് ഞാൻ പറഞ്ഞു, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ഇനീക്വാലിറ്റീസ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെ സംഭവത്തിന്റെ ഒക്കെ ഒരു ഭീകരമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? ഇനീക്വാലിറ്റീസ് പറഞ്ഞ ചാപ്റ്ററിൽ ചെയ്യും. സീക്വൻസ് ആൻഡ് സീരീസ്, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് ഓഫ് അഡ്വാൻസ്ഡ് ട്രിഗോമെട്രി, ദെൻ നേരത്തെ കണ്ടപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു കാൽക്കുലസ്, ലോഗരിതം, എന്നിങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ടോപ്പിക്കുകളുടെ ഒക്കെ ബേസിക്സ് എന്ത് ചെയ്യും? 8th 9th 10th 3 ക്ലാസ്സുകളിലും കൂടി ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുള്ള. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഹൈസ്കൂൾ സ്റ്റുഡൻസിന് ഇത്തരത്തിലുള്ള എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഇപ്പോഴേ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടായി വരുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത്തരത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ ഫൗണ്ടേഷൻ ഇല്ലാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇത്തരത്തിൽ പല സ്ഥാപനങ്ങളിലും പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ അല്ലെങ്കിൽ ഏത് കോഴ്സും ആയിക്കോട്ടെ അഡ്വാൻസ് ഇത് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവരുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വെറുതെ ബോർഡ് എക്സാമിന് മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രം പഠിക്കുമ്പോൾ മറ്റുള്ളവർ എന്താ ചെയ്യുന്നത്? ഭാവിയിൽ എഴുതാൻ പോകുന്ന എൻട്രൻസ് എക്സാമുകൾക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിന് മടിച്ചു നിന്നാൽ അല്ലെങ്കിൽ നമ്മൾ അതിന് വെയിറ്റ് ചെയ്ത് നിന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പുറകിലായി പോകും എന്നുള്ള റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക. സോ എന്താണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണോ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൈറ്റ് പാത്തിലാണോ? നമുക്ക് ഒരുപാട് ഡ്രീം ഉണ്ടാവും. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, സയന്റിസ്റ്റ് ആവണം, പൈലറ്റ് ആവണം, ഇങ്ങനെ കുറേ ഡ്രീം ഉണ്ടാവും. ആ ഡ്രീമിലോട്ട് എത്താനുള്ള വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടോ? അതോ വെറുതെ ഡ്രീമും കൊണ്ട് നടക്കുക മാത്രമാണോ? നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മളടുത്ത് ഒരു ലാഡർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ലാഡർ കണ്ടിട്ട് ഇതിൽ ഇനി കയറണമല്ലോ, ഇനിയിപ്പോൾ കയറണമെങ്കിൽ എന്ത് ചെയ്യണം? അതിലൂടെ ഓരോ സ്റ്റെപ്പ് വഴി നമ്മൾ പോകണം, അല്ലെങ്കിൽ അതിന് നമ്മൾ പണിയെടുക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് സ്റ്റുഡൻസ് ഫാസ്റ്റ് ആയിക്കൊണ്ട് അതേ ലാഡറിൽ കയറി ടോപ്പിലോട്ട് അവരുടെ ഡ്രീം എത്താൻ വേണ്ടിയിട്ട്, ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് എന്നുള്ള റിയാലിറ്റി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങൾ നമുക്ക് ഫൈനലി വരുന്ന ആനുവൽ എക്സാം, സ്കൂളിലെ ബോർഡ് എക്സാം ഇതൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ സ്കൂളിലെ എക്സാമിന് 100% നിങ്ങൾക്ക് A+ കിട്ടും. അതിലൊരു സംശയം വേണ്ട. കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനോട് നിങ്ങൾ ചോദിക്കോ, A+ കിട്ടി പുറത്തിറങ്ങിയ നിങ്ങൾ സീനിയേഴ്സ് ആയിട്ടുള്ള ഏട്ടന്മാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കി, അവർ പറയും A+ കിട്ടുക എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ കിട്ടുന്ന ഒരു സംഭവമാണ്. പക്ഷേ എൻട്രൻസ് കിട്ടുക എന്നുള്ളത് അങ്ങനെയല്ല, പണിയെടുക്കുന്നവർക്ക് മാത്രമാണ്. ലാഡറിന് മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഓരോ സ്റ്റെപ്പും 1 by 1 ആയിട്ട് മുകളിലോട്ട് കയറുന്നവർക്ക് വേണ്ടി മാത്രമാണ് എൻട്രൻസ് എക്സാമുകളുടെ വിജയം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് റിയലൈസേഷൻ വരാൻ വേണ്ടിയിട്ടാണ്. ഹൈസ്കൂൾ സ്റ്റുഡൻസിന് ഇത് പറ്റും എന്നുള്ളത്. ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചുള്ള സ്റ്റുഡൻസ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ്, എല്ലാ ചാപ്റ്റേഴ്സും എത്തിയിട്ടുണ്ടാവില്ല, നമ്മൾ അക്കാഡമിക്കൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ള
ചാപ്റ്റേഴ്സ്, എസ്പെഷ്യലി സെറ്റ് തിയറി കുറെ ആളുകൾ കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് വന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിർബന്ധമായിട്ടും ഇടുക. ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നത് ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ളത്. ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. ഹൈസ്കൂൾ സ്റ്റുഡൻസിന് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് റിയൽ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ജസ്റ്റ് കീമിന്റെ 2020 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ടാണ് കുറച്ച് എക്സാമ്പിൾസ്, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത്. ഇതുപോലെ ജെയുടെയും ഒളിമ്പ്യാഡ്സിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമ്മൾ ഇനി വരുന്നതാണ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസുമായിട്ട് വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പുറകിലായി പോരുത്, ഇവിടെ നിൽക്കുന്നവരാവരുത്, ഇതിന്റെ കൂടെ കയറുന്നവരാകുക എന്നുള്ളത്. ഓക്കെ, സോ താങ്ക്സ് എവരിവൺ, താങ്ക്സ് ഫോർ വാച്ചിങ്.